അപ്പം വെൽക്കം ബാക്ക്. ബിഗ് ബോസിൽ ലൈവിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഡെഡിക്കേറ്റഡ് ടു അപ്പാനി ശരത്ത് ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുവാണ്. മിക്കുള്ള ആൾക്കാരും ഇൻ്റർവ്യൂ കണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അളിയ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, അളിയ മാമനോടൊന്നും തോന്നല്ലേ. കാരണം എല്ലാവരും അളിയനെ ഊക്കി. ഇനി ഞാൻ മാത്രമേ ഊക്കാനുള്ളൂ. ഇനി ഞാനായിട്ട് അതിൻ്റെ കുറവ് ഇനി വരുത്തുന്നില്ല. കാരണം അപ്പാനി ശരത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, ഏറ്റവും കൂടുതൽ ഹൈപ്പ് കൊടുത്തിട്ടുള്ള വ്യക്തി ഞാനായിരിക്കും. അപ്പാനി അവിടെ ചെന്ന് ഗെയിം കളിക്കും, മറിക്കും, അല്ലെങ്കിൽ ബിഗ് ബോസ് എടുത്ത് തല കുത്തനെ വെക്കും, ടോപ്പ് 5 വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. സത്യം പറഞ്ഞ എനിക്ക് എന്നെ തന്നെ എനിക്ക് എടുത്ത് കിണറ്റിയിടാൻ തോന്നുവാണ് ഇപ്പം അപ്പാനിയുടെ ഈ ഗെയിമൊക്കെ കണ്ടിട്ട്. അതുകൊണ്ട് വീണ്ടും പറയണം, മാമനോടൊന്നും തോന്നല്ലേ അളിയ. എനിക്ക് പറഞ്ഞേ പറ്റൂ. അളിയൻ്റെ ഈ തൊലിഞ്ഞ ഗെയിം കാരണം, കാരണമാണ് അളിയൻ ഔട്ടാവാൻ കാരണം. അതാദ്യം മനസ്സിലാക്കുക കേട്ടോ. അല്ലെങ്കിൽ ടോപ്പ് 5 വരേണ്ട ഒരു വ്യക്തിയായിരുന്നു അപ്പാനി ശരത്ത്. അപ്പം എന്തായാലും അപ്പാനി ശരത്ത് ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്, ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയായാലും ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ഒരു കലാകാരനെ വളർത്തണോ അതോ തളർത്തണോ ഇല്ലാതാക്കണോ എന്നൊക്കെ കണ്ട സാൾട്ട് ബീൻ്റെ അവസ്ഥ ഇപ്പം കണ്ടല്ലോ. വെറും മറ്റേ ഉപ്പ് മാറിയിടുന്ന ഒരു ഇത് കൊണ്ടിട്ട് ജനങ്ങൾ ഈ അളിയനെ എടുത്ത് മേലെ കൊണ്ടുപോയ ജനങ്ങളാണ് ഇപ്പം ആ അളിയനെ എടുത്ത് താഴെ കൊണ്ടിടുന്നത്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അളിയ ശരത്തെ. ഇപ്പോഴും ശരത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയ സംഭവമാണെന്നാണ് പറയുന്നത്. എന്തായാലും അപ്പാനി ശരത്ത് ഇൻ്റർവ്യൂ കൊടുത്ത ഇൻ്റർവ്യൂവിൽ കുറച്ച് ഭാഗം ഞാനിവിടെ വെക്കാം, എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. വന്നപ്പോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അരുവിക്കരയിൽ നിന്ന് ഒരു 6-7 കിലോമീറ്റർ ഉള്ളു പുള്ളിയറക്കോണത്തുള്ള ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ. അപ്പോൾ ഞാൻ രാവിലെ ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ പോകും. ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ പോയിട്ട് ഒരു ഗേറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ പോകാൻ. ഈ സ്റ്റുഡിയോ പല സ്റ്റുഡിയോകളിലായിട്ടാണ് പല റിയാലിറ്റി ഷോകളും സീരിയൽ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നത്. ഞാൻ ആ ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കുമ്പോൾ ഓരോ ഡയറക്ടേഴ്സ് വണ്ടികൾ പോകും, ഓരോ പ്രോഗ്രാമിൻ്റെ വണ്ടികൾ പോകും. ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാറിൻ്റെ വണ്ടി പോകും, കോമഡി എക്സ്പ്രസിൻ്റെ വണ്ടി പോകും, പലതരത്തിലുള്ള പ്രോഗ്രാംസിൻ്റെ വണ്ടി പോകുമ്പോൾ ഞാൻ ഈ വണ്ടിയുടെ പുറകെ ഓടും. ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ പുള്ളിയറക്കോണത്ത്. എന്നോട് വെട്ടിയാരൊക്കെ ചോദിക്കാറുണ്ട്, നീ എന്തിനാ പുള്ളിയറക്കോണത്ത് പോണേ? ഞാൻ ഏഷ്യാനെറ്റിൽ പോകുന്നു. നീ ഏഷ്യാനെറ്റിൽ നിനക്ക് എന്താ ജോലി? ഏഷ്യാനെറ്റ് ഇഷ്ടംപോലെ ജോലികളുണ്ട്. എന്നിട്ട് ഈ പല പ്രോഗ്രാമിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഓക്കെ. ആദ്യം തന്നെ അളിയ നിന്നോട് ഞാൻ ഒരു കാര്യം പറയുവാണ്, അഹങ്കാരം ഇച്ചിരി കുറയ്ക്കുക കേട്ടോ. വന്ന വഴി ഒരു സാധനമുണ്ട്, വന്ന വഴി അത് മറക്കാതിരിക്കുക, അഹങ്കാരി ആവാതിരിക്കുക. നിന്റെ ഈ അഹങ്കാരമാണ് നിന്നെ ഒരു മാസം കൊണ്ട് നിന്നെ എടുത്ത് പുറത്ത് കളഞ്ഞത് ജനങ്ങൾ. അതാദ്യം മനസ്സിലാക്കുക. നീ വെറും അഹങ്കാരിയായിപ്പോയി. നീ എന്തൊക്കെയാണ് ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടിയത്, നീ എന്തൊക്കെയാണ് ബിഗ് ബോസിൽ പറഞ്ഞത്. അതുകൊണ്ട് വന്ന വഴി മറക്കരുത്. സാൾട്ട് ബീന്ന് കണ്ടല്ലേ, പുള്ളിയുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ. പുള്ളി ഇപ്പം ആകെ കട്ട പുകയായിട്ടിരിക്കുക, എല്ലാ റെസ്റ്റോറൻറ്റും ക്ലോസ് ചെയ്ത് പൊട്ടി പാളിച്ചായിട്ടിരിക്കുക, ജോലിക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ വയ്യാത്ത അവസ്ഥയിലിരിക്കുകയാണ് പുള്ളി. അതേ അവസ്ഥയാവരുത്. അതുകൊണ്ട് വന്ന വഴി മറക്കരുത്. ഇത്രയും ജീവിതത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞ വ്യക്തി നമ്മൾ കണ്ടാണ് ഇൻ്റർവ്യൂവിലെല്ലാം. എന്തൊക്കെയാണ് ഞാൻ വന്നത്, അങ്ങനെയാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതൊക്കെയാണ് പറഞ്ഞത് അല്ലേ. അപ്പം എന്താ ഏഷ്യനെറ്റിൻ്റെ പ്രോഗ്രാമിൻ്റെ വണ്ടിയുടെ പുറകെയൊക്കെ ഓടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അത്രയും കഷ്ടപ്പെട്ട് വന്ന ആള് അവിടെ ചെന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത്, എന്തൊക്കെയാ കാണിച്ചത്. അനീഷിനെ പറ്റിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയാണോ, ജീവിതത്തെക്കുറിച്ച് ഇത്രയും മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണോ അനീഷിനെ കളിയാക്കിയത്? കൊപ്രയുടെ കാര്യം പറഞ്ഞ അനീഷിനെ കളിയാക്കിയത്. കൊപ്ര വിറ്റാണ് ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അനീഷിനെ മോശക്കാരനാക്കി അല്ലേ. കൃഷിപ്പണി അത്രയും വലിയൊരു മോശപ്പണിയാണോ ശരത്തെ? ആണോ? ഇത്രയും കഷ്ടപ്പാടും ജീവിതകഥയും എല്ലാം പറഞ്ഞ ആള് ഡെയിലി അമ്മയെ നോക്കാൻ, അച്ഛനെ നോക്കാൻ ഞാൻ ഡെയിലി ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതിൽ നിന്ന് ഒരു വിഹിതം അമ്മയ്ക്കും കൊടുത്തിട്ട് ആണ് കുടുംബം പോകുന്നതെന്ന് പറഞ്ഞ ആള് കൃഷിപ്പണി മോശമാണ്, കുപ്രാപ്പണി മോശമാണെന്ന് പറഞ്ഞ അനീഷിനെ കളിയാക്കിയില്ലേ. പിന്നെ അനുവിൻ്റെ അച്ഛൻ കരിപ്പൊട്ടി വിറ്റാണ് അവരെ നോക്കിയത്, കരിപ്പൊട്ടി വിറ്റാണ് ബിസിനസ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും മോശക്കാരനാക്കിയില്ലേ അല്ലേ. അപ്പം ജീവിതം പഠിച്ചെന്ന് പറയുന്ന ഒരാൾ തന്നെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്ത് മനസ്സിലാക്കണം? നീ പറ, എന്ത് മനസ്സിലാക്കണം അതിൽ നിന്ന്? ഇതുകൊണ്ടൊക്കെ കൊണ്ടാണ് ഇപ്പം അവിടെ ഇരുന്ന് ഇൻ്റർവ്യൂ എടുക്കേണ്ട അവസ്ഥ വന്നത്. എന്നിട്ടും ന്യായീകരിക്കുന്നുണ്ടില്ലേ. ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത്, ഞാൻ ഇപ്പോഴേ പോകേണ്ട ആളല്ല, അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അളിയ നീ ഇപ്പോഴേ പോകണമെന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്, അല്ല നീ അല്ല തീരുമാനിക്കേണ്ടത്. എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റിയേനെ,
എന്നൊക്കെ അങ്ങ് പറയുവാണ്. ഏഷ്യനെറ്റിന്റെ ഇത് കഴിഞ്ഞിട്ട് ഏഷ്യനെറ്റിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ആ അവതാരിക ഉണ്ടല്ലോ സൂപ്പർ. ഏഷ്യനെറ്റിന് കിട്ടിയ ഒരു മെറ്റീരിയൽ തന്നെയാണെങ്കിൽ പറയാം. നല്ല രീതിയിൽ ഇറങ്ങുന്ന നല്ല ടീമിനെല്ലാം ഇതുപോലെ ഔട്ടായി വരുന്ന ടീമിനെല്ലാം നല്ല രീതിയിൽ ഊക്കി കൊണ്ട് വിടുവാണ് ആ അവതാരിക കേട്ടോ. ഏഷ്യനെറ്റ് കിട്ടിയ നല്ലൊരു മെറ്റീരിയലാണ് ഈ സീസണിൽ കിട്ടിയത്. അവതാരികയാണ് പുള്ളിക്കാരിയുടെ അവതരണമൊക്കെ കൊള്ളായിരുന്നു. രണ്ടിനെയും ശൈത്യമുണ്ട്, അപ്പാനി ചേർത്തുണ്ട്, രണ്ടിനെയും നല്ല രീതിയിൽ ഊക്കി അങ്ങോട്ട് വിട്ടു. ഇനി പേടിക്കണ്ട, ഇനി ഓരോ വണ്ടിയുടെ പുറകെ ഇനി വീണ്ടും കിടന്ന് ഓടാം കേട്ടോ. ഇനി ആരും സിനിമ തരുമെന്ന് തോന്നുന്നില്ല. കാരണം ആ വേലകളെല്ലാം അവിടെ കാണിച്ചു കൂട്ടിയത്. ഇനി ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. ഇനി കൂലിപ്പണിയാണെങ്കിലും തോട്ടിപ്പണിയാണെങ്കിലും മീൻപിടുത്തമാണെങ്കിലും എന്തുവാണെങ്കിലും അതിൻ്റെതായ മഹത്വം ആ ജോലിക്കുണ്ട്. അത് ആദ്യം മനസ്സിലാക്കുക. ഇതൊന്നും അറിയാതെ അല്ലെങ്കിൽ ഇതൊക്കെ അത്ര മോശപ്പെട്ട ജോലിയാന്ന് പറഞ്ഞിട്ട് ഞാനൊരു സെലിബ്രിറ്റിയാണ്, ഞാനൊരു സിനിമാ നടനാണ്, ഞാൻ 25 സിനിമ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം പൊങ്ങി നടക്കലല്ല വേണ്ടുന്നത്. അങ്ങനെ സ്വയം പൊങ്ങി നടന്നുകൊണ്ടാണ് ഈ എല്ലാവരും പിടിച്ച് ഔട്ടാക്കി പുറത്തോട്ട് കോഴിക്കുഞ്ഞിനെ പിടിച്ചെറിയുന്ന പോലെ എറിഞ്ഞു കളഞ്ഞത്. നമ്മൾ ബിഗ് ബോസിൻ്റെ അകത്ത് കണ്ടതാണ്. ശരത്തിൽ എന്ന് പറയുന്നുണ്ട്, ഞാൻ 25 സിനിമ അഭിനയിച്ചു, ഞാനൊരു സിനിമാ നടനാണ്. അനുമോൾ എന്ത് അഭിനയിച്ചു? അനുമോൾ നടിയാണോ? അനുമോൾ ഇവിടെ എന്താണ് കാണിക്കുന്നത്? എനിക്ക് പ്രേക്ഷകർ, ലക്ഷക്കണക്കിന് പ്രേക്ഷകർ പുറത്തുണ്ട്. ലൈവിനകത്ത് അപ്പാരി ശരത്ത് പറഞ്ഞ കാര്യമാണ് അല്ലേ? അനുമോളെ കമ്പയർ ചെയ്ത് പറഞ്ഞാണ്. അനുമോളൊരു നടിയാണോ? ഞാനൊരു സെലിബ്രിറ്റിയാണ്, എനിക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോവേഴ്സ് ഉള്ളത്. എന്നിട്ട് എന്തേ ഈ ഫോളോവേഴ്സ് വല്ലതും സപ്പോർട്ട് ചെയ്തോ? വോട്ട് ചെയ്തോ? ഏടിയാ വോട്ട് ചെയ്തോ? നിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക. ബിഗ് ബോസ് വീട്ടിൽ കയറി കഴിഞ്ഞാൽ അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നോ മണ്ണാങ്കട്ടയെന്നോ ഒന്നുമില്ല. അവിടെ ആരാണോ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത്, കോണ്ടന്റ് കൊടുക്കുന്നത്, അവരെയാണ് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ പോലും കാണാത്ത വ്യക്തികളാണ് അവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ജനപിന്തുണ നേടിയിട്ടുള്ള വ്യക്തികൾ. റോബിൻ രാധാകൃഷ്ണനെ കണ്ടല്ലോ. റോബിനെയൊന്നും സത്യം പറഞ്ഞു ഞാൻ ആ ബിഗ് ബോസിൽ എത്തിയിട്ടാണ് റോബിനെയൊക്കെ കണ്ടത്. റോബിൻ ഔട്ടായതുകൊണ്ട് മാത്രമാണ്, അല്ലെ റോബിൻ ഉറപ്പായിട്ട് കപ്പടിച്ചേനെ. അത്രയ്ക്കും ജനപിന്തുണ റോബിൻ ഉണ്ടായിരുന്നു. അപ്പൊ റോബിൻ ഉണ്ടായിരുന്ന സീസണിൽ തന്നെ എത്ര സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഈ പിന്തുണ കിട്ടിയോ? ഇല്ലല്ലോ. അതിന് മുമ്പുള്ള സീസണൊക്കെ എടുത്തു നോക്ക്. ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. തരികിട സാബുവിനെ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ള വ്യക്തിയായിരുന്നു തരികിട സാബു. പുറത്ത് അഖിൽമാരാര് അതേപോലെ ഇവരൊക്കെ ബിഗ് ബോസിൽ ചെന്നിട്ട് ജനപിന്തുണ നേടിയോ? ഇവർ പോകുന്ന സീസണിൽ തന്നെ എത്ര സെലിബ്രിറ്റികൾ ഉണ്ടായിരുന്നു. പേർലിമാണിയൊക്കെ അവരുടെ സീസണിൽ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് പോലും ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഗെയിം കളിക്കുന്ന ആരാണോ, മൈൻഡ് ഗെയിം കളിക്കുന്ന, പ്രേക്ഷകരെ പൾസ് അറിഞ്ഞ് പ്രേക്ഷകരെ മൈൻഡ് അറിഞ്ഞ് കളിക്കുന്ന ആരാണോ അവരെ അവിടെ കപ്പ് കൊണ്ടുവരും. അല്ലാതെ ഞാൻ വലിയ സെലിബ്രിറ്റിയാണ്, ഞാൻ അങ്ങ് ശൂന്യാകാശത്ത് നിന്ന് ഇറങ്ങി എന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല മോനെ. അവിടെ വോട്ടിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് കേട്ടോളിയാ. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. ശരിക്കും മാത്രം ഇപ്പോൾ ബിഗ് ബോസ് വേദിയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന ക്യാരക്ടർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓൾറെഡി ഈ വേഷത്തിന് ആപ്റ്റ് ആണെന്നുള്ള രീതിയിലേക്ക് കൂടെ ചൂസ് ചെയ്യാറുണ്ട്, കാസ്റ്റിംഗ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് ബിഗ് ബോസ് വേദി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും കിട്ടുന്ന ചാൻസ് പോലും ഇല്ലാതിരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവസരങ്ങളിലേക്ക് വിളിക്കുന്നില്ല. ശരിക്കും അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ടോ? ശരിക്കും ഇല്ലല്ലോ. ഇല്ല, എന്തിനാ അങ്ങനെ പേടിക്കണം? ഇത് 100 ദിവസം പരിപാടിയല്ലേ ഉള്ളൂ. 100 ദിവസം അങ്ങോട്ട് ചെല്ലുക, നമുക്ക് തന്ന പരിപാടികൾ നമ്മൾ ഇൻറ്റായിട്ട് ചെയ്യുക. ആ 100 ദിവസം കൊണ്ട് ആളുകൾ ഭയങ്കരമായിട്ട് വിലയിരുത്തുന്നു തോന്നുന്നുണ്ടോ? എന്താ ചിന്തിക്കട്ടെ, മോശമാണെങ്കിൽ മോശമെന്ന് പറയട്ടെ, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയട്ടെ. അതവിടെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു 100 ദിവസം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇതും തലയിൽ ചുമന്നുകൊണ്ട് നടക്കരുത്. നമ്മൾ എന്താണെന്ന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ആ പരിപാടിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോവാം. ഇപ്പോൾ ബ്രോ ബിഗ് ബോസിലുണ്ടെങ്കിൽ ബ്രോ 100 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന ഒരാൾ പാർട്ടിസിപ്പൻ്റായി മാറട്ടെ. അങ്ങനെ വരികയാണെങ്കിൽ ബ്രോ അത് കഴിഞ്ഞതിന് ശേഷം ബ്രോ എങ്ങനെയാണോ തുടങ്ങിയത് അവിടെ വീണ്ടും നല്ല രീതിക്ക് ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരാളാണെങ്കിൽ അതൊരു ടോപ്പ് ലെവലിലേക്ക് ചിന്തിക്കുക. ഇപ്പം ഞാനൊരു ആക്ടറല്ല. അപ്പം ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാനൊരിക്കലും സിനിമ ചെയ്യാതിരിക്കാൻ പാടില്ല. ഞാൻ സിനിമ ചെയ്യണം. 100 ദിവസത്തെ പരിപാടിയല്ലേ ഉള്ളൂ. 100 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഞാനിത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പഴയതുപോലെ അതൊക്കെ അവിടെ കളഞ്ഞു. സിനിമയായിട്ട് ഞാനങ്ങ് പോകും. ഇതൊക്കെ മുമ്പുള്ള സീസണിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി. സിനിമ കിട്ടിക്കൊണ്ടിരുന്ന ആൾ പോലും സിനിമയില്ലാതെ കുത്തുവാളെടുത്ത് പോയിട്ടുള്ള അവസ്ഥയുണ്ട്. കാരണം അവിടെ ജനങ്ങളെ വിലയിരുത്തൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മനസ്സിലായോ? ഇവിടെ അപ്പാനി പറയുന്നത് എന്താണ്, 100 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അതൊക്കെ സിമ്പിൾ. ഞാൻ ആ ഒരു കാര്യം കഴിഞ്ഞു. ഇനി ഞാൻ പഴയതുപോലെ അങ്ങ് എൻ്റെ വഴി അങ്ങ് പോവാണ്. ചിലപ്പം മുമ്പേ പറഞ്ഞ ഓർമ്മയുണ്ടോ, മറ്റേ വണ്ടിയുടെ പുറകെ ഓടുന്നത്? ചിലപ്പോൾ അതായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. വണ്ടിയുടെ പുറകെ ഇനി പഴയതുപോലെ ഞാൻ എൻ്റെ വണ്ടിയുടെ പുറകെ കിടന്ന് ഓടും, അതായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. എന്നാലും സിനിമ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
കിട്ടിയാൽ കിട്ടി, ഇല്ലേലില്ല. കാരണം ആ രീതിയിലുള്ള പരിപാടിയാണ് ബിഗ് ബോസ് വീട്ടിൽ കാഴ്ചവെച്ചത്. ഉള്ള കാര്യം പറയാലോ, ഭയങ്കര ബോറായിരുന്നു കേട്ടോ. കേട്ടോളിയാ, ഭയങ്കര ബോറായിരുന്നു. നീ അവിടെ ഗ്രൂപ്പ് കളിച്ച് ഒരുമാതിരി എന്തുവാടേ നീ കാണിച്ചു വിട്ടത്. വയലൻസിന്റെ കാര്യമൊക്കെ നീ പറയുന്നുണ്ട്. അവിടെ ഏറ്റവും വലിയ വയലൻസ് സംസാരിച്ചത് ആ ബിഗ് ബോസ് വീട്ടിൽ നീയാണ്. നീ ഒരു കാര്യം പറഞ്ഞായിരുന്നു, നട്ടലുണ്ടെങ്കിൽ ഒന്ന് അതൊന്ന് കാണിക്കണേ അളിയാ. നീ അവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയോ? ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന അന്ന് ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് അനുവിന്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞു. അത് നീ കാണിച്ചില്ല, നമ്മൾ ആരും കണ്ടിട്ടും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ആളെയും വിളിച്ച് ജാഥയും കൂട്ടി അനുവിന്റെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി അനുവിനെ ഇല്ലാതാക്കും, അനുവിനെ പറിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞ് ഡയലോഗൊക്കെ അടിച്ചായിരുന്നു. അപ്പൊ അത്രയും വലിയ വയലൻസ് ഒന്നും അവിടെ ആരും പറഞ്ഞിട്ടില്ല, തള്ളും പറഞ്ഞിട്ടില്ല. എന്തുവാടേ ഇത്? എൻ്റെ പൊന്നളിയ, ഇനി സത്യം പറഞ്ഞാൽ സിനിമ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ഒന്ന് പ്രാർത്ഥിച്ചോ. കാലേ വീണ് ആ ഡയറക്ടറോ ആ സംവിധായകനോ ആ സിനിമ തരുന്ന ആരെയാണെങ്കിലും ഇന്ന് കാലേ വീണൊന്ന് പ്രാർത്ഥിച്ചോണം കേട്ടോ. അമ്മാരി രീതിയിലാണ് അവിടെ, അമ്മാരി തോന്നിവാസങ്ങളൊക്കെയാണ് ബിഗ് ബോസിന്റെ അകത്ത് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇനി കടന്ന് മെഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ലളിയാ, ഒരു കാര്യമില്ല. മാക്സിമം നീ ഇന്റർവ്യൂ കൊടുക്കാതിരിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഇപ്പം 3-4 ഇന്റർവ്യൂ ഞാൻ കണ്ടു. എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും നടക്കത്തില്ലല്ലേ. അതുകൊണ്ട് എവിടെയെങ്കിലും പോയി സൈലന്റ് ആയിട്ടിരിക്കുക. കുറച്ച് ഒരു വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ട് മുടിയും താടിയൊക്കെ വളർത്തിയിട്ട് ഇറങ്ങി വരിക. എന്നാലേ ആൾക്കാർ കുറച്ച് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഇതിനെ പറ്റിയിട്ടൊക്കെ ശൈത്യ ഒരു കാര്യം പറയുന്നുണ്ട്, അതും കൂടെ കണ്ടുനോക്കാം. അപ്പം ഇവർ ഇറങ്ങിയ സമയത്ത് ഏഷ്യാനെറ്റിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ശൈത്യ അനുമോളെ പറ്റിയിട്ട് ഇവർ ഇറങ്ങിക്കഴിഞ്ഞിട്ടും ഇവരിപ്പോഴും ബിഗ് ബോസിന്റെ അകത്ത് നിൽക്കുകയാണെന്നുള്ളൊരു ധാരണയിലായിരുന്നു. ഇതൊരു ഗെയിം ഷോ ആണെന്നുള്ളൊരു മനസ്സിലാക്കാനുള്ളൊരു ഒരു ബോധം, യുക്തിയും ഒരു ഐക്യവും ഇവർക്കില്ല. ഇവർ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടും അനുമോൾ അവിടെ ഒരു കോണ്ടന്റ് കൊടുക്കുന്നില്ല, അനുമോൾ അവിടെ കരച്ചിൽ മാത്രമേ ഉള്ളെന്ന് പറയുന്ന ഈ ടീമും, ഈ 2 ടീമും, ശൈത്യ ഉൾപ്പെടെ, ശൈത്യയും ഈ അപ്പാനെയും ഇപ്പോഴും ഇറങ്ങിക്കഴിഞ്ഞിട്ട് അനുമോളാണ് ഇവരെ കോണ്ടന്റ്, അനുമോളാണ് ഇവരെ സംസാരം, ഫുള്ള് അനുമോളാണ്. എന്തുവാടെ. എന്തായാലും ശൈത്യ പറയുന്നത് ഇവിടെ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഭാഗം ഇവിടെ വെക്കാം. ഇപ്പം ഫുൾ ഇന്റർവ്യൂ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ അവിടെ ചെന്ന് ഏഷ്യാനെറ്റിന്റെ ചാനലിനകത്ത് കിടപ്പുണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, അതിനകത്ത് കമന്റ്സുകളും ഉണ്ട്. അതൊക്കെ വായിച്ച് നിങ്ങൾക്ക് ചിരിക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും അതും കൂടെ ഞാൻ കാണിക്കാം. സ്വയം നമുക്ക് നമ്മളോട് കള്ളം പറയാൻ പറ്റില്ലല്ലേ. ഞാൻ ആക്ച്വലി ജെന്യൂൻ ആയിട്ട് നിന്നിട്ടുള്ളൂ. അവളുടെ അടുത്താണെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ജെന്യൂൻ ആയിട്ട് നിന്നിട്ടുള്ളൂ. ബട്ട് അവള് കുറച്ച് ഫേക്ക് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആണെങ്കിൽ പോലും അത് പറഞ്ഞ് സോൾവ് ചെയ്യാൻ നോക്കിയില്ല. ആക്ച്വലി ഒരു ഫേക്ക് ആണോ എനിക്ക് തോന്നുന്നുണ്ട്. യെസ്, അതായത് ഇങ്ങനെ വെറുതെ കണ്ടന്റ് കൊടുക്കുക എന്നുള്ള മാത്രം ഫോക്കസ് ചെയ്ത്. അതെ, കാര്യം രാത്രി ഞങ്ങൾ തമ്മിൽ കിടന്നുറങ്ങുമ്പോഴും നാളെ എന്ത് കണ്ടന്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ നാളെ എന്താണ് ചെയ്യാൻ പ്ലാനിംഗ് ഒക്കെ നടക്കുന്നുണ്ടോ ഉണ്ടായിരുന്നു. ബെസ്റ്റ് കണ്ടന്റ് ഉണ്ടാക്കേണ്ട ഗെയിമിൽ കണ്ടന്റ് തന്നെ ഉണ്ടാക്കണം. അവിടെ കണ്ടന്റ് ആണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നിങ്ങൾ അവിടെ ചെന്നിരുന്ന് നിങ്ങൾ പറയുന്ന കുശുമ്പും കുന്നായ്മയും നിങ്ങളെ വാഴത്തോട്ടത്തിൽ പോയിരുന്ന് വാഴകളിയും അതൊന്നും കാണാനല്ല ഈ പ്രേക്ഷകർ ഇവിടെ ഇരിക്കുന്നത്. അവിടെ കോണ്ടന്റ് ആണ് വേണ്ടത്. പിന്നെ കോണ്ടന്റ് ഉണ്ടാക്കേണ്ട ഗെയിമിൽ പിന്നെ കോണ്ടന്റ് അല്ലാതെ പിന്നെ എന്ത് തേങ്ങ പിന്നെ ഉണ്ടാക്കേണ്ടത് അവിടെ? എന്തുവാടെ ഈ ശൈത്യമൊക്കെ പറയുന്നത്? ഈ ശൈത്യം അവിടെ എന്തിനാണ് പോയത്? കോണ്ടന്റ് ഉണ്ടാക്കി അവിടെ ഗെയിം കളിച്ച് മൈൻഡ് ഗെയിം കളിച്ച് കപ്പടിക്കാനല്ലേ പോയത്, അല്ലാതെ അവിടെ ചെന്ന് ഉറങ്ങാനാണോ പോയത്? അപ്പോൾ അനു അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അനു ഇപ്പം അവിടെയുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു സ്ട്രോങ്ങസ്റ്റ് മത്സരാർത്ഥിയായി മാറിക്കഴിഞ്ഞത്. കാരണം അനുവിനറിയാം പ്രേക്ഷകർക്ക് എന്താണ് കൊടുക്കേണ്ടതും പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടതും എങ്ങനെ മൈൻഡ് ഗെയിം കളിക്കണമെന്നും അനുവിന് നല്ലതുപോലെ അറിയാം. മനസ്സിലായോ? നിങ്ങൾക്കൊന്നും അതിനൊരു കഴിവുമില്ലാത്തതിന് പുള്ളിക്കാരി ഇങ്ങനെ പുറകെ നടന്ന് കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഫസ്റ്റ് വീക്ക് തന്നെ ശൈത്യയുടെ സ്വഭാവം ജനങ്ങൾ കണ്ടയാണ്. അനുവിൻ്റെ കൂടെ നിന്നിട്ട് ജിസേലിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ട് ജിസേലിനെ പറ്റി കുറ്റം പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചതിൽ കുറച്ച് മുമ്പോട്ട് കാണിച്ചായിരുന്നെങ്കിലേ ആ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായേനെ. പക്ഷെ ഇനി അവർ പുറത്തിറങ്ങി കഴിഞ്ഞ് വീഡിയോ കണ്ടിട്ട് മനസ്സിലാവും. ഫസ്റ്റ് വീക്ക് വന്ന് ലാലേട്ടൻ ഫയർ ചെയ്ത സമയത്ത് അനുവിൻ്റെ കൂടെ നിന്നിട്ട് വീഡിയോ കാണിച്ചപ്പോഴത്തേക്ക് കാല് വാരിയ ശൈത്യ ഉണ്ടല്ലോ, അന്ന് ശൈത്യയെ വിലയിരുത്തിയതാ ജനങ്ങൾ. ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും അനു ഒരാളെടുത്ത് പോലും പോയിട്ട് ശൈത്യയെ പറ്റി ഒരു മോശം പറയുകയോ ഒന്നും പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. അതാണ് അനുവിൻ്റെ ക്വാളിറ്റി. മനസ്സിലായോ? ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്.
അതാദ്യം മോൾ എന്താണെന്ന് മനസ്സിലാക്ക്. ഓക്കെ, അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ ഇപ്പം ഇവർ തമ്മിലുള്ള ഇനിയിപ്പം ഒരുപാട് ഇൻ്റർവ്യൂ വരും, വെളുപ്പിക്കാനെ കൊണ്ട് ഒരുപാട് ഇൻ്റർവ്യൂസ് ഇനി ഈ അപ്പാനി ആയാലും ഇനി ശൈത്യ ആയാലും കൊടുക്കും. അത് വേറെ കാര്യം, കാരണം വെളുപ്പിച്ചെടുക്കണമല്ലോ, അതങ്ങനെ ആണല്ലോ, അത്രയ്ക്ക് നെഗറ്റീവ് ആയിട്ടാണല്ലോ ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനോടും ലാലേട്ടനോടും ഏഷ്യനെറ്റിനോടൊക്കെ ഈ ശൈത്യ ഒരു സല്യൂട്ടാണ് കൊടുക്കേണ്ടത്. താങ്ക്സ് ആണ്, ബിഗ് താങ്ക്സ് ആണ് കൊടുക്കേണ്ടത്. അവർ നല്ല ചാൻസ് കൊടുത്തു കേട്ടോ. ഈ പുള്ളിക്കാരി, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ്, ഈ പുള്ളിക്കാരി ഔട്ടാവുന്ന അറിഞ്ഞിട്ട് പോലും, ഔട്ടാവുന്ന ആ ദിവസം പോലും ഇവരൊരു നെഗറ്റിവിറ്റി എങ്ങനെയെങ്കിലും മാറിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഏഷ്യനെറ്റ് ടീം ഇവർക്ക് നല്ലൊരു ചാൻസ് കൊടുത്തു. കാരണം അത്രയും സപ്പോർട്ടെങ്കിലും അവർ ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഉള്ള മത്സരാർത്ഥികൾക്കെല്ലാം ഏഷ്യനെറ്റ് ടീമും അതുപോലെ ബിഗ് ബോസ് ടീമും ലാലേട്ടനായാലും എല്ലാവരും നല്ല സപ്പോർട്ടും നല്ല കെയറിങ് എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവരെ അത് ഉപയോഗിക്കുന്നില്ലടേ, ഇവരത് വിനിയോഗിക്കുന്നില്ല. താണ്ടെ സത്യം പറഞ്ഞ രേണുസുതിയെ എന്തുവാടേ വെറുതെ നിന്ന് അവര് നോക്കിയോണം. ഏഷ്യനെറ്റ് ടീമിനൊക്കെ ഇവര് ഈ രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തി ഈ ഏഷ്യനെറ്റ് ഈ ഒരു പ്ലാറ്റ്ഫോമിനോട് ബിഗ് ബോസ് ടീമിനോടും അത്രയ്ക്കും ഇവര് കടപ്പെട്ടാൽ പോലും മതിയാവത്തില്ല. വെറുതെ അവിടെ ഇവിടെ നിന്ന് റീൽസും ചപ്പും ചവറും കൊണ്ട് കിടന്ന ഒരു വ്യക്തി എടുത്തുകൊണ്ട് ബിഗ് ബോസിൽ കൊണ്ടിട്ടിട്ട് ഒരു മാസം ഫുഡും കൊടുത്ത് വെള്ളവും കൊടുത്ത് പൈസയും കൊടുത്ത് വീണമെങ്കിൽ സത്യം പറഞ്ഞാൽ അവർക്ക് നല്ലൊരു താങ്ക്സ് തന്നെ കൊടുക്കണം കേട്ടോ. ഏഷ്യനെറ്റ് ടീമിന് സത്യം പറഞ്ഞാൽ ബിഗ് താങ്ക്സ് തന്നെ കൊടുക്കണം. ഇവരെ ഇപ്പൊ രേണുസുതിയുടെ കാര്യം പറയുകയാണെങ്കിൽ രേണുസുതിയുടെ 3-4 ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ കണ്ടു. ഞാനത് വേണ്ടെന്ന് വിചാരിച്ച, കാരണം രേണുസുതി ഇപ്പം വലിയൊരു ഡ്രോമയിലാണ്. ഞാനിവിടെ ഒരു വീഡിയോ കൊടുക്കാം, അതാന്ന് കണ്ടിട്ട്. കാരണം ഞാൻ അവരെ ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചു, വീഡിയോ ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചു. വേണ്ട, അവർ ആ ഡ്രോമയിനൊക്കെ ഇറങ്ങി വരുമല്ലോ. വരുന്ന സമയത്ത് ഇനി പുതിയ കോണ്ടന്റുമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇപ്പം അവരൊരു ഡ്രോമയിൽ കിടക്കുവാടേ. എനിക്ക് സത്യം പറഞ്ഞാൽ അവർ ഇറങ്ങി വന്നപ്പോൾ വിഷമം തോന്നി. ഡ്രോമയിലാണെങ്കിലും മേക്കപ്പ് ഇടാനും പുട്ടിയിടാനും മറ്റേ കണ്ണിൽ പൊടിവാരി എറിയാനും ഒന്നും മറന്നിട്ടില്ല. അതാണ്, ആ ഒരു ഡ്രോമയാണ്, വെറൈറ്റി ഡ്രോമ. എന്തായാലും ചെറിയൊരു എയർപോർട്ടിൽ നിന്ന് വരുന്നൊരു ഭാഗം ഞാൻ ഇവിടെ വയ്ക്കാം കേട്ടോ. പിന്നെ വീളോമല്ലേ ചങ്ങനാശ്ശേരി വരണ്ട, അതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് ഇരിക്കുക. ഒരു 5 മിനിറ്റ് ചായ പറഞ്ഞിട്ട് ചായ കുടിച്ചിട്ടിരിക്കുക. കേട്ടല്ലോ, പുള്ളിക്കാരി ഡ്രോമയിലാണ്, ആരും ശല്യപ്പെടുത്തല്. പുള്ളിക്കാരി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരി ബിഗ് ബോസിൽ പോയിട്ടില്ല, ജനങ്ങൾ തെറ്റിദ്ധരിച്ചാണ് ബിഗ് ബോസിൽ ഉണ്ടെന്ന്. പുള്ളിക്കാരി ഏതോ വീഗാലാൻഡിലോ എവിടെ കണ്ട മൂന്നാറിലോ ടൂറിന് പോയിട്ട് വരുന്ന വഴിയാണ്. അതുമാത്രമല്ല ഒരു ഡ്രോമയിലാണ്. ആ ഡ്രോമയുടെ ഇടയ്ക്കും കണ്ണിൽ മറ്റേ എല്ലാ പൊടിയൊക്കെ വാരി ഇടാനും, തിളങ്ങുന്ന പൊടിയുണ്ടല്ലോ, അത് ഇടാനൊന്നും മറന്നിട്ടില്ല. അപ്പം എന്തായാലും രേണുസുതിയെ പറ്റിയിട്ട് ഞാനൊന്നും പറയുന്നില്ല. എനിക്കും സങ്കടമുണ്ട്, ഇത്രയും വലിയൊരു ചാൻസ് നഷ്ടപ്പെടുത്തി കളഞ്ഞേന്. അപ്പം പുള്ളിക്കാരി ആ ഡ്രോമയിൽ നിന്നൊക്കെ ഉറങ്ങി എണീച്ച് വന്നിട്ട് പുതിയ കോണ്ടന്റുമായിട്ടൊക്കെ വരട്ടെ. അപ്പം നമുക്ക് പുള്ളിക്കാരിയുടെ കാര്യം സംസാരിക്കാം. അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ബിഗ് ബോസിൻ്റെ രാവിലെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഗൈസ്.